ഒരു പ്രവർത്തകൻ മൊബൈലിൽ ചിത്രങ്ങൾ പകർത്തുകയും വീഡിയോ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യുകയും ചെയ്തപ്പോൾ ആ ഫോൺ വാങ്ങി പോലീസ് അത് ഡിലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണുള്ളത്? പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോട്ടോ എടുക്കാനോ ഒരു വീഡിയോ പകർത്താനോ പോലും അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ പോലീസ് മനഃപൂർവ്വം എന്തൊക്കെയോ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ്. മറ്റൊന്ന്, ഈ പരിക്ക് പറ്റിയ രണ്ടുപേർ പോലീസിനോട് സംബന്ധിച്ച് ചോദിക്കുമ്പോൾ രണ്ടുപേർ ഗുരുതരാവസ്ഥയിലാണ്, ഏത് ആശുപത്രിയിലാണ് എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടിയില്ല. അപ്പോൾ എന്തൊക്കെയോ ഒരു ഒളിച്ചുകളി. ഇവരേത് ആശുപത്രിയിലാണ്, ഇവരുടെ ആരോഗ്യസ്ഥിതി എന്താണ്, ഇവർ ജീവനോടെ ഉണ്ടോ എന്നതൊക്കെ ആളുകൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഇതിലൊക്കെ പോലീസിൻ്റെ ഭാഗത്തോളം ഒരു മറച്ചുവെക്കൽ മാത്രമല്ല, അന്വേഷണം തന്നെ ഇപ്പോൾ വഴിമുട്ടി നിൽക്കുകയാണ്. ഒരു ഷാജിലിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി അവിടുന്ന് അങ്ങോട്ട് ആരെയും അന്വേഷിക്കേണ്ടതില്ല. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആരുടെ നിർദ്ദേശപ്രകാരമാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി അവിടെ ബോംബ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്, ആരെയൊക്കെയാണ് ലക്ഷ്യം വെച്ചത് എന്നതിനെ സംബന്ധിച്ച് ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം നടക്കുകയോ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ കേരള പോലീസ് അന്വേഷിച്ചാൽ യഥാർത്ഥ പ്രതികളെ പിടിക്കാതെ പാർട്ടി പറയുന്ന ഏതാനും ചില ആളുകളിൽ മാത്രം ഈ കേസ് ഒതുക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. മറ്റൊന്ന്, ഡിവൈഎഫ്ഐ നേതാക്കന്മാർ, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ കണ്ണൂർ ജില്ലക്കാരനാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞത് ഇനി ഡിവൈഎഫ്ഐക്കാരാണ് എന്ന് തെളിഞ്ഞാൽ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ്. എന്നാൽ ഇന്ന് വരെ ഒരു നടപടിയും ഡിവൈഎഫ്ഐ പ്രതികളായിട്ടുള്ള ഡിവൈഎഫ്ഐക്കാർക്കെതിരെ സ്വീകരിക്കാൻ ഡിവൈഎഫ്ഐ നേതൃത്വം തയ്യാറായിട്ടില്ല. ഒരു ഭാഗത്ത് CPM ഇത് ഡിവൈഎഫ്ഐ ആണെന്നും ഡിവൈഎഫ്ഐ CPMന്റെ പോഷകഘടകമല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്നു. മറുഭാഗത്ത് ഡിവൈഎഫ്ഐ ആണെന്ന് തെളിഞ്ഞാൽ നടപടിയെടുക്കുമെന്ന് പറയുന്ന ഡിവൈഎഫ്ഐ ഇതുവരെ യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാതെ നിൽക്കുന്നു. BJP ഒരു അക്ഷരം ഇതേക്കുറിച്ച് മിണ്ടാതെ അവർ മൗനം പാലിക്കുന്നു. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ UDF പ്രവർത്തകർക്കെതിരെ ഇവരെല്ലാം കൂടി ചേർന്ന് ഒരു വലിയ കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ളൊരു ആസൂത്രണം നടക്കുന്നുവെന്ന് വേണം അനുമാനിക്കാൻ. ഇവിടെ രാഹുൽ പറഞ്ഞതുപോലെ മൻസൂറിനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്നാണ് കൊലപ്പെടുത്തിയത്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇത്രയും വലിയ ഒരു ആക്രമണ പദ്ധതി ആസൂത്രണം ചെയ്ത ഒരു പാർട്ടിക്കെതിരായി യാതൊരു തരത്തിലുള്ള ഗൗരവമായ അന്വേഷണവും കേരള പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വലിയ തോതിൽ അക്രമം അഴിച്ചുവിടുക ഒന്നുകിൽ, അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് തന്നെ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുക, UDF പ്രവർത്തകർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഒഴിവാക്കുക. അതിന് ഏതെങ്കിലും തരക്ക് ഈ ബോംബ് നിർമ്മാണം ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചൊക്കെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണം നടക്കേണ്ടതാണ്. പക്ഷേ നിഷ്പക്ഷമായ അന്വേഷണമല്ല ഇപ്പോൾ നടക്കുന്നത് എന്നതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരാത്തത്.